മാഹാത്മ്യലഹരിയിലൻ മനം സർഗസാഗരമാകീണം നൈവേദ്യ മന്ത്രാങ്കുരങ്ങളിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം ആത്മപൂജാമുദ്രകളിൽ ദേവി ഭാവതരംഗമുയർത്തേണം ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയി ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം പുണ്യാഹ ജലബിന്ദുവിൽ ദേവി കാരുണ്യവാരിധിയുണരേണം. അമ്മയെ ശരണം, സ്വാമിയേ ശരണം. താഴത്ത് ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രം അമൈനൂർ പാറപ്പുറം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്നത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പ്രതിഷ്ഠിച്ചതാണ്. ഇവിടുത്തെ പ്രധാന മൂർത്തികൾ ചെറുവള്ളി ഭഗവതി, ശ്രീ ധർമ്മശാസ്താവ്. ഇവിടുത്തെ പൂജകളും വഴിപാടുകളും ആദ്യം നടത്തുന്നത് ദേവിക്ക് വേണമെന്നാണ് വിധി. അന്ന് പ്രധാന പൂജകൾ നടത്തുന്ന ദിവസം മലയാള മാസം 1-ാം തീയതി 3 വാവ്. ഇതിൽ കർക്കടവാവിനാണ് പ്രാധാന്യം. അന്ന് കോഴിയെ വെട്ടി ഗുരുതി നടത്തിപ്പോന്നിരുന്നു. ഒരു കർക്കടവാവിന് വൈകിട്ട് പിതൃക്കന്മാർക്ക് വെള്ളം കൂടി കൊടുക്കുന്ന സമയത്ത് തുള്ളലും തുള്ളിക്കൊണ്ട് ഓരോ വ്യക്തികളുടെയും വരാനുള്ള കാര്യങ്ങളും പറയും. ഇങ്ങനെ ഒരാൾ തുള്ളിക്കൊണ്ട് നിന്നപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത കുറച്ച് ചെറുപ്പക്കാരെ കളിയാക്കി എന്തൊക്കെയോ പറഞ്ഞു. പെട്ടെന്ന് അവരും തുള്ളാൻ തുടങ്ങി. അങ്ങനെ അവർ വശം കെട്ട് വീണ്. അന്ന് ക്ഷേത്രത്തിൽ പൂജ നടത്തിയ മുത്തച്ഛൻ അവരുടെ അവശത കണ്ട് മനപ്രയാസത്തോടുകൂടി ഒരു കിണ്ടി വെള്ളമെടുത്ത് ദേവീനടയിൽ കയറി എന്തോ മന്ത്രം ജപിച്ച് ആ തീർത്ഥം അവരുടെ ദേഹത്ത് തളിച്ച് പെട്ടെന്ന് അവർ ചാടി എഴുന്നേറ്റു. ഉടനെ മുത്തച്ഛൻ ഇനിയും ഇതുപോലെ ആരുടെയും ദേഹത്ത് കയറരുത് എന്ന് പറഞ്ഞ് എല്ലാ മൂർത്തികളുടെയും ശക്തി കുറച്ചു. അതോടുകൂടി അമ്പലവും അമ്പലത്തോട് ബന്ധമുള്ള വീട്ടുകാരും നാട്ടുകാരും നശിക്കുകയായിരുന്നു. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ആൾക്കാർ ഇതിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് തീരുമാനിച്ചു. 1994 കുറച്ച് ആൾക്കാരെ കൂട്ടി ഭരണസമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ ഒരു താൽക്കാല പ്രശ്നം നോക്കാൻ വേണ്ടി 25 ആൾക്കാർ ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ വീട്ടിൽ ചെന്ന് ക്ഷേത്രത്തിൻ്റെ പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയും പറഞ്ഞു. അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന ഒരാൾ പറഞ്ഞു, ഇവിടെ സർപ്പമുണ്ട് എന്ന് പറഞ്ഞു. ഇതുവരെയും ഒന്നിനെയും കണ്ടിട്ടില്ല. ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇരുന്ന് കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കാണാം. ഞങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിലെത്തിയപ്പോൾ നാഗത്തറയിൽ ഒരു പാമ്പ് ചുറ്റിക്കിടക്കുന്നതാണ് കണ്ടത്. താൽക്കാലിക പ്രശ്ന വിധി പ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് ദേവപ്രശ്നം നടത്തി. ക്ഷേത്രം തന്ത്രിയായി ബ്രഹ്മശ്രീ ചമ്പക്കുളം നീലകണ്ഠ ആചാര്യ സ്ഥാനമേറ്റ് പരിഹാരക്രിയകൾ നടത്തി. അങ്ങനെ നാടിന് തന്നെ പ്രത്യേക വെളിച്ചമായി. വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രിക്ക് വാർദ്ധക്യ സഹജമായ കാരണത്താൽ ക്ഷേത്രത്തിലേക്ക് വരാതെയായി. അങ്ങനെ ക്ഷേത്രം തന്ത്രിയായി പനമറ്റം പുന്നശ്ശേരി ജില്ല ബ്രഹ്മശ്രീ വിനോദ് നമ്പൂതിരി ക്ഷേത്രത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. അതിനുശേഷം ബ്രാഹ്മണ പൂജയാണ് നടക്കുന്നത്. പിന്നീട് ജ്യോതിഷ പണ്ഡിതൻ ഇടവട്ടം പരമേശ്വര മേനോൻ അഷ്ടമംഗല്യ ദേവപ്രശ്നം നടത്തി. പ്രശ്നവിധി പ്രകാരം ശ്രീകോവിൽ പുതുക്കിപ്പണിതു. മറ്റു മൂർത്തികളെ വിധിപ്രകാരം പീഠം പണിതു പുനഃപ്രതിഷ്ഠ നടത്തി. ഇവിടെ കുടികൊള്ളുന്ന ചെറുവള്ളി ഭഗവതി, ധർമ്മശാസ്താവ്, ഭുവനേശ്വരി, മൂലപ്പിതൃ, യോഗീശ്വരൻ, പുളിയാമ്പുള്ളി രക്ഷസ്, മന്ത്രമൂർത്തികൾ
നാഗരാജാവ്, നാഗേഷി, മഹാഗണപതി. പ്രതിഷ്ഠയില്ല, പൂജ മാത്രം. നട തുറക്കുന്ന ദിവസം മലയാള മാസം 1-ാം തീയതി, കന്നിമാസം ആയില്യം, ധനു 1 മുതൽ 11 ദിവസം, മകരസംക്രമം ഇടവം 9, 10, 11 പ്രതിഷ്ഠാദിന വാർഷികം. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് പല ജില്ലയിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നു. ഭരണസമിതി ക്ഷേത്രവിശ്വാസമുള്ള എല്ലാ സമുദായക്കാരെയും കൂട്ടിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഇനിയും ക്ഷേത്രത്തിൽ നടത്താനുള്ളത് 2019 ജ്യോതിഷ പണ്ഡിതൻ ചോറ്റാനിക്കര പ്രദീപ് നമ്പൂതിരി നടത്തിയ അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൻ്റെ പരിഹാരക്രിയകൾ. ആനക്കൊട്ടിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴി: കോട്ടയം മണർകാട് കിടങ്ങൂർ റൂട്ട് അമൈനൂർ കവലയ്ക്ക് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് പാറപ്പുറം എന്ന സ്ഥലത്താണ് ക്ഷേത്രം കുടികൊള്ളുന്നത്. ശബ്ദം നൽകിയത് സുരേഷ് താഴ്ത്തുപറമ്പ്.